guys, welcome back to the day 4 session of affiliate marketing advanced level training. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീൽസ് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗും ആണ്. ഓക്കെ, സോ ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് റീൽസ് മാർക്കറ്റിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് എങ്ങനെയാണ് നമുക്ക് റീച്ച് ആക്കിയിടുന്നത്, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ അതിനെ ബൂസ്റ്റ് അപ്പ് ചെയ്ത് നമ്മളൊരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫേസ്ലെസ് ആണെങ്കിലും ഫേസ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ബേസിക് ലെവലിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഓവർ ആയിട്ടുള്ള ലെവലിലല്ല, നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് നോട്ടുകളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് തന്നെ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഡേ 4 ആണ് നോക്കാൻ പോകുന്നത്, റീൽസ് മാർക്കറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം നമുക്ക് സെഷനിലോട്ട് പോകാൻ ഡയറക്റ്റ്. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് റീൽസ് മാർക്കറ്റിംഗ് ആണ്. സോ നമുക്ക് റീൽസ് മാർക്കറ്റിങ്ങിന് പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ്. നിങ്ങൾ റീൽ സ്ട്രാറ്റജിയാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായിട്ടുള്ളത് ട്രെൻഡിങ് ഓഡിയോസ് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രത്യേകത എന്താ, ഒരു ഓഡിയോ ട്രെൻഡിങ് ആയി വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സോങ് ട്രെൻഡിങ് ആയി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആ സോങ്ങിൽ എന്താ ക്രിയേറ്റ് ചെയ്യും, വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, ആ ഒരു ഓഡിയോ ട്രെൻഡിങ് നിൽക്കുവാണ്. സോ ട്രെൻഡിങ് നിൽക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീച്ച് കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സും എല്ലാം ഈ ഒരു ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച് ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ് യൂസ് ചെയ്യുക, അത് ഒന്നാമത്തെ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ക്വാളിറ്റി കോണ്ടന്റ്സ്. നമ്മളിപ്പോൾ ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ് എന്തൊക്കെ ചെയ്താലും നമ്മുടെ കോണ്ടന്റിന് ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന ഒരു കോണ്ടന്റിന് ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ക്വാളിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. ക്വാളിറ്റി കണ്ടന്റ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫേസ്ലെസ് ചെയ്യുന്നവർക്ക് ക്വാളിറ്റി വീഡിയോസ് എവിടെ നിന്നുള്ള കിട്ടും എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു വീഡിയോ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക് ലെവലായിട്ട് ഒരു എഡിറ്റിംഗും ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ രണ്ട് പോയിന്റ് ഇവിടെ നോക്കി. ഒന്നാമതായിട്ട് നമ്മൾ ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ് നമ്മൾ യൂസ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ക്വാളിറ്റി കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ക്വാളിറ്റി ബേസിലുള്ള കോണ്ടന്റ്സ്, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യണം. മൂന്നാമതായിട്ട് ഹുക്സ്. ഓക്കെ, കോണ്ടന്റിന് വേണ്ടിയുള്ള ഹുക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ് ഹുക്ക്? ഓക്കെ, സോ ഹുക്ക് എന്ന് വെക്കുമ്പോൾ നമ്മൾ നോർമലി മനസ്സിലാക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാൾക്ക് ഒരു റീൽസ്, ഇപ്പൊ നിങ്ങളാണെങ്കിലും ഒരു റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മിനിമം ടു മിനിമം ടൈം 1 സെക്കൻഡ് ആണ് നിങ്ങൾ ഒരു റീൽ സ്ക്രോൾ ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ഒരു റീൽ ഇങ്ങനെ കാണുന്നു, അത് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു, സ്ക്രോൾ ചെയ്യുന്നു. സോ ഈ ഒരു സെക്കൻഡ് ആണ് നമ്മുടെ കയ്യിലുള്ള ടൈം. ഈ 1 സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ ഒരു കൺസ്യൂമേഴ്സ്, അതായത് ആരാണോ ഇത് വീഡിയോ കാണാനിരിക്കുന്ന ആള്, അവരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു കോണ്ടന്റ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ആണ് കാണുന്നത്, പിടിച്ചിരുത്താൻ പറ്റുന്ന ടൈപ്പുള്ള തുടക്കം. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഒരു സെക്കൻഡിൽ തന്നെ അവരെ പിടിച്ചിരുത്താൻ കാണിക്കണം. ഫോർ എക്സാമ്പിൾ, എന്റെ വീഡിയോസിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം ഏർണിങ്സിന്റെ കാര്യം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ ഒരു വീക്കിലി ഏർണിങ്സ് ഒരു 30,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന പ്രൂഫ് കാണിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് 30,000 റുപ്പീസ് ഇൻ ജസ്റ്റ് 7 days എന്നാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ, ഇപ്പൊ ഞാൻ എന്താണെന്നോ ഞാൻ എങ്ങനെയാണെന്നോ എന്നെ കുറിച്ച് പറഞ്ഞാലോ കേൾക്കാൻ ആരും വരത്തില്ല. ഓക്കെ, സോ ഞാൻ എന്തുകൊണ്ട് അവിടെ 30,000 1 സെക്കൻഡിൽ 30,000 എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു. അപ്പോൾ കാണുന്ന ആൾ എന്താ വിചാരിക്കുന്നത്, കാണുന്ന ആൾ എന്ത് 30,000, എന്താ ഈ പുള്ളിക്കാരൻ 30,000 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ മൈൻഡിൽ വരും. അതോടുകൂടി അവർ ആ വീഡിയോ കാണാൻ നിൽക്കും. ഇതുപോലുള്ള ഇപ്പൊ നിങ്ങൾ ഇതേ സെയിം സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ്, ഹുക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണാനിരിക്കുന്നോ അതേ രീതിയിലുള്ള ഹുക്കുകൾ നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് അത് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. ഇതാണ് ഹുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ടൈം 1 സെക്കൻഡ് ആണ്, 1 to 2 സെക്കൻഡ് ആണ്. ഈ ഒരു 2 സെക്കൻഡിനുള്ളിൽ ഒരാൾ നമ്മുടെ റീൽ കാണുന്നുണ്ടെങ്കിൽ അവരെ അവിടെ പിടിച്ചിരുത്താൻ പറ്റുന്ന ടൈപ്പ് റീലായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നോക്കിയത്, ഹുക്സ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി നോർമലി നാലാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് നോളജ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പൈസ കിട്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ബോർ അടിക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ ഫോളോവേഴ്സിനും. എല്ലാ ദിവസവും നമ്മുടെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളിങ്ങനെ ഒരേ കോണ്ടന്റ് തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമുക്ക് അവിടെ ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള ഫോളോവേഴ്സ് പോകും. അതേസമയം നമ്മൾ പല രീതിയിലുള്ള മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലോ, നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള വെബ്സൈറ്റുള്ള AI വെബ്സൈറ്റുകളാണെങ്കിലോ, ഇതെല്ലാം വെച്ച് ആളുകൾക്ക് വാല്യൂ ആൻഡ് നോളജ് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് നാലാമതായിട്ട് വരുന്ന പോയിന്റ്. സോ വാല്യൂ നോളജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു നോർമലി നമ്മുടെ ഈ ഒരു ആസ്പെക്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആസ്പെക്ട് അല്ലെങ്കിൽ പോലും വേറൊരു ആസ്പെക്റ്റിലുള്ള ആളുകൾ പോലും നിങ്ങൾ ഫോളോവേഴ്സ് ആയിട്ട് വരും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് പതുക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് ടൈം.
ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം ഒരു വൈകുന്നേരം 5 PM to 7 PM എന്നാണ്. അതിന്റെ കാരണം ഞാൻ നോർമലി എൻഗേജ്മെന്റ് കൂടുതലുള്ള ടൈമാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മോർണിംഗും ഒരുപോലെയാണ്, ഇതുപോലെയാണ് മോർണിംഗും ഒക്കെ എൻഗേജ്മെന്റ് കൂടുതലുള്ള ടൈമാണ്. ഞാൻ ഈ ഒരു ടൈം പറഞ്ഞതിന്റെ കാരണം നോർമലി എല്ലാവരും ഇപ്പോൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് ഫ്രീ ആയി ഒന്ന് വൈകിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുന്ന ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്. കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയം, ഒരു 7 മണി വരെയുള്ള സമയമാണ് നമ്മുടെ നോർമൽ ഫോൺ യൂസിനുള്ള സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൗസ് വൈഫുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നോർമൽ ഫോൺ യൂസ് ഈവനിങ് ആണ്. കാരണം എല്ലാവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈവനിങ് സമയമാകുമ്പോൾ ജസ്റ്റ് ഫോൺ നോക്കുന്നു. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എൻഗേജ്മെന്റ് അനുസരിച്ചുള്ള ടൈമുകൾ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഞാൻ ഈ ഒരു ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നോട്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാ റീൽസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ കാണാൻ ശ്രദ്ധിക്കുക. Day 1 തൊട്ട് കാണാൻ ശ്രദ്ധിക്കുക. Day 1 തൊട്ട് കാണുമ്പോൾ Day 1 തൊട്ട് കണ്ടാൽ മാത്രം പോരാ, Day 1 ഇംപ്ലിമെന്റ് ചെയ്യുക, Day 2 ഇംപ്ലിമെന്റ് ചെയ്യുക, Day 3 ഇംപ്ലിമെന്റ് ചെയ്യുക, Day 4 ഇംപ്ലിമെന്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെന്റ് ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് വരൂ. ഇല്ലെങ്കിൽ റീച്ച് ആയതുകൊണ്ട് നിങ്ങളുടെ റീൽസ് ഇങ്ങനെയൊക്കെ ഇട്ട് റീച്ച് ആക്കിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. സെയിൽ ക്ലോസിംഗ് സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സെയിൽസിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് നമ്മൾ 5 പോയിന്റ്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ട്രെൻഡിങ് ഓഡിയോ ക്ലിപ്പ് യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട് ഹുക്കും കാര്യങ്ങളും, ക്വാളിറ്റി കോണ്ടന്റ്സ്, നോളജ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കോണ്ടന്റിലൂടെ നോളജ് പ്രൊവൈഡ് ചെയ്യുക, ടൈം. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ റീൽസ് മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഇനി നമുക്ക് വീഡിയോ ബേസിക് ലെവൽ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ ഇനി വീഡിയോ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ പറയുക, ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് CapCut VN ആണ്. ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നതും CapCutലാണ്. ഓക്കെ, സോ CapCut അത്യാവശ്യം നല്ല ഒരു ആപ്ലിക്കേഷൻ ആണ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം. പിന്നെ അതുപോലെ സ്റ്റോക്ക് വീഡിയോസ്, ഇത് ഫേസ്ലെസ് കോണ്ടന്റ്സിന് വേണ്ടിയുള്ള, ഫേസ്ലെസ്സും ഫേസ് കാണിച്ച് ചെയ്യുന്നവർക്കും വേണ്ടി ആഡ് ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് സ്റ്റോക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പിക്സൽ എന്ന് പറയുന്നത്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ഓക്കെ, സോ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ നോക്കി, സ്റ്റോക്ക് വീഡിയോസ് കിട്ടുന്ന ആപ്ലിക്കേഷൻ നോക്കി. ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗിലോട്ട് പോകാം. ലൈവായിട്ട് ഞാനൊരു ബേസിക് വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുവാണ്. പിക്സൽ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ പിക്സൽ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. മാൻ വാക്കിംഗ് ഫോർ ഇൻസ്റ്റഗ്രാം എന്ന് ഞാൻ അടിക്കുവാണ്. കാരണം ഇൻസ്റ്റഗ്രാം ആ ഒരു കറക്റ്റ് റേഷ്യോ കിട്ടാൻ വേണ്ടിയാണ് വീഡിയോയ്ക്ക്. ഇൻസ്റ്റഗ്രാം അടിക്കുമ്പോൾ എന്താ, ആളുകൾ നടക്കുന്നതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ തന്നെ ഒരാൾ നടക്കുന്നുണ്ടോ, ഇങ്ങനത്തെ വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് എന്ത് വേണമെങ്കിൽ, ഇപ്പം മണി ഫ്ലോയിങ് ഫോർ ഇൻസ്റ്റഗ്രാം എന്ന് അടിച്ചു കഴിഞ്ഞാൽ മണി ഫ്ലോയിങ് ഫോർ ഇൻസ്റ്റഗ്രാം എന്നടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോക്ക് വീഡിയോസ് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ആപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്ങുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫേസ്ലെസ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഫേസ് കാണിച്ച് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ വീഡിയോസിന് ഇടയ്ക്ക് ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് വീഡിയോസും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ള കോൺസെപ്റ്റ് അതനുസരിച്ചുള്ള സ്റ്റോക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ എഡിറ്റിംഗിലേക്ക് പോകാം. ഓക്കെ, സോ പിക്സൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എഡിറ്റിംഗിലേക്ക് പോകാം. CapCut ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ CapCut ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഇവിടെ CapCut ഓപ്പൺ ആക്കി. ഓക്കെ, സോ നിങ്ങളുടെ കാണാമല്ലോ, CapCut ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. ഞാൻ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുവാണ്. അതായത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള പിക്കുകളെല്ലാം, അതായത് ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഈ വീഡിയോയുടെ ഔട്ട്പുട്ട് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഡിറ്റിംഗ് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് വേണ്ട ക്ലിപ്പുകളൊക്കെ ഞാൻ എടുക്കുവാണ്. ഓക്കെ, ഞാൻ എടുത്തു. ക്ലിപ്പിംഗ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, ഇവിടെ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കംപ്രസ് ആവാൻ വേണ്ടി ടൈം കൊടുക്കുവാണ്. ഓക്കെ, ഇനി കാണിക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് ഇത് ഷോർട്ട് ആക്കണം. കാരണം ഇപ്പോൾ 2.5 മിനിറ്റിന് അടുപ്പിച്ചുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എൻ്റെ ആസ്പെക്റ്റിനനുസരിച്ച്, എൻ്റെ കോണ്ടന്റിനനുസരിച്ച് ഞാൻ ഷോർട്ട് ആക്കുവാണ്. ഓക്കെ, സോ ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക.
സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഞാനിവിടെ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങളൊന്ന് കണ്ടാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ CapCut യൂസ് ചെയ്യുമ്പോൾ നമ്മൾ VPN കണക്ട് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. VPN എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എഡിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വീഡിയോസ് എല്ലാം എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ കട്ട് ചെയ്തു. എനിക്കൊരു ഐഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ ടെക്സ്റ്റ് കണ്ടോ, ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ്. ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. FXലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ടൈപ്പ് ഫോണ്ടുകൾ കാണാൻ പറ്റും. എനിക്കിപ്പോൾ ഇത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. സ്റ്റൈൽസിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് കളർ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഗ്ലോ മാറ്റണം, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്ലോ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഗ്ലോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് കണ്ടോ, ഫോണ്ടുകൾ ഇത്രയും ഫോണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. സോ എല്ലാ ഫോണ്ടും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫോണ്ട് ഏതാണോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഞാനിവിടെ 10K to 30K വിത്ത് ഇൻസ്റ്റഗ്രാം. ഓക്കെ, സോ ഞാനിങ്ങനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിക്കോ. ഞാൻ ചെയ്യുന്ന ഔട്ട്പുട്ട് നിങ്ങൾക്ക് അവസാനം എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. സോ ഞാനിവിടെ 10K to 30K എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റർ ഞാനിവിടെ കൊടുക്കുവാണ്. നമുക്ക് ഹുക്കും കാര്യങ്ങളുമായിട്ട് കവർ ഫോട്ടോ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, സോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ട ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഈ ഒരു സ്പ്ലിറ്റ്, ഈ ഒരു ക്ലിപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വേണ്ട ഇവിടെ സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഫക്റ്റ് കയറ്റാൻ പറ്റും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ ആനിമേഷൻസ് നമുക്ക് ഇങ്ങനെ ആനിമേഷൻസ് കയറ്റാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ആനിമേഷൻസ് കാര്യങ്ങൾ കയറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബേസിക് ലെവലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താ, നമ്മൾ ആദ്യം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് വേണ്ട ടെക്സ്റ്റുകളെല്ലാം ഇവിടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഹുക്കും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക, വീഡിയോ എൻഡ് ചെയ്യുക. ഇപ്പോൾ 2.5 മിനിറ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ 11 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എഫക്റ്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FX എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു FX പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. എടുത്തിട്ട് ക്ലിപ്പിനകത്ത് ആഡ് ചെയ്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും ക്ലിപ്പ്. ഓക്കെ, സോ ഇതാണ് വളരെ ബേസിക് ലെവലിലുള്ള എഡിറ്റിംഗ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നെയാണ് എഡിറ്റിംഗ് പഠിക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ എഡിറ്റിംഗ്സ് കാര്യങ്ങളും ചെയ്യുക. സ്റ്റോക്ക് വീഡിയോസ് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ലൈറ്റിംഗ് കൂട്ടണോ അല്ലെങ്കിൽ FX കൂട്ടണോ, FX കയറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, FX എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു എഫക്റ്റുകളിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക. സോ ഞാൻ എന്തായാലും ഇനി വീഡിയോ ഔട്ട്പുട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, 10,000 മുതൽ 30,000 രൂപ വരെ ഇൻസ്റ്റഗ്രാമിലൂടെ സമ്പാദിക്കാം. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് എംപ്ലോയി ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക, എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക.